Hi all, welcome to Homely Profits. ഇന്ന് ജൂലൈ 2 ഇന്നത്തെ ഒരു ഡേറ്റ വെച്ച് നാളത്തെ ഒരു മാർക്കറ്റ് പ്രഡിക്ഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ബാങ്ക് നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലാണ് ആദ്യം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇന്നത്തെ ക്യാൻഡിൽ ഒരു നല്ലൊരു ബെയറിഷ് ക്യാൻഡിലായിട്ടാണ് ക്ലോസ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ക്ലോസ് വന്നിരിക്കുന്ന ഈ ഒരു ലെവലിന് തന്നെയാണ്. അപ്പം നാളത്തെ ഒരു മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നാളത്തെ ഒരു ക്യാൻഡിലിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്കൊരു കണ്ടിന്യൂഷൻ ആണോ അല്ലയോ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. അപ്പം അതുപോലെ തന്നെ ഇപ്പം നിഫ്റ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു പുൾ ബാക്ക് ആയിട്ട് തന്നെ നമുക്കിവിടെ കൺസിഡർ ചെയ്യാം. അപ്പം എന്താ പറയുക, ഒരു കണ്ടിന്യൂഷൻ കിട്ടണമെങ്കിൽ നാളെ ഒരു നല്ലൊരു ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു പിൻ ബാർ വന്ന് ഒരു കണ്ടിന്യൂഷൻ ഫോളോ ത്രൂ വരികയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇതിനു വേണ്ടി ഒരു അനാലിസിസിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡേറ്റാസ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് സെൻസിബിൾ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ കുറച്ച് ഡേറ്റാസ് എടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഇവിടെ ബാങ്ക് നിഫ്റ്റി ആണ് എടുക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിന്ന് ഈ ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസും PCR, മാക്സ് പെയിൻ ഈ 3 ഡേറ്റ ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്, അപ്പം OI ചേഞ്ചും വന്നിരിക്കുന്നതും ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ ഉള്ളതുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പം ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,600 25,600 ആണ് എടുത്തിരിക്കുന്നത്. അതിൽ കോൾ OI വന്നിരിക്കുന്നത് 1.65 CRന്റെ കോൾ OI വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് പുട്ട് OI ആണ്. പുട്ട് OI എടുക്കുമ്പോൾ ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ചാർട്ടിൽ നോക്കുക നമുക്ക് മനസ്സിലാവും 25,000 ഏറ്റവും കൂടുതൽ പുട്ട് OI വന്നിരിക്കുന്നത് 1 CRന്റെ. പക്ഷെ നിഫ്റ്റിന്റെ ഒരു ഡെയിലി മൂവ്മെന്റ് അനുസരിച്ച് ഇത്രയും ഒരു ഔട്ട് ഓഫ് ദി മണി എടുക്കുന്നതിനേക്കാളും ഞാൻ ഏകദേശം ഒരു 300 പോയിന്റ്സ് റേഞ്ചിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് കൂടുതലും ഞാൻ കൺസിഡർ ചെയ്യാറ്. അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് 25,400 25,400 പുട്ട് OI വന്നിരിക്കുന്നത് 78.22 lakh ആണ്. അപ്പം ഈ രണ്ട് വാല്യൂസ് ആണ് ഈ രണ്ട് സ്ട്രൈക്ക് പ്രൈസ് ആണ് ഞാൻ ഓപ്പൺ ഇൻട്രസ്റ്റിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി OI ചേഞ്ച് നോക്കുകയാണെങ്കിൽ OI ചേഞ്ച് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നതും പുട്ട് OI ചേഞ്ച് വന്നിരിക്കുന്നതും കോൾ OI ചേഞ്ച് വന്നിരിക്കുന്നതും ഒരേ സ്ട്രൈക്ക് പ്രൈസിലാണ്. അത് 25,500 അപ്പോൾ 25,500 സ്ട്രൈക്കില് പുട്ട് OI വന്നിരിക്കുന്നത് ഒരു 45.3 -45.3 കോൾ OI ചേഞ്ച് വന്നിരിക്കുന്നത് 59.77 lakh ആണ്. അപ്പം ഈ ഇത്രയും ഡേറ്റയാണ് ഞാൻ നിഫ്റ്റിന്റെ കേസിൽ എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ അത് ഇവിടെ ഒരു എക്സലിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നിഫ്റ്റി ആയതുകൊണ്ട് നിഫ്റ്റി എടുക്കുകയാണ്. അപ്പം നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ നിഫ്റ്റിന്റെ ക്ലോസിംഗ് പ്രൈസ് എഴുതിയിട്ടുണ്ട് 25,541.8 ആണ്. മാക്സ് പെയിൻ വന്നിരിക്കുന്നത് 25,450 ആണ്. PCR പുട്ട് കോൾ റേഷ്യോ വന്നിരിക്കുന്നത് 0.62 ആണ്. അപ്പം 0.62 എന്ന് പറയുന്നത് പുട്ട് OI ഡിവൈഡ് ബൈ കോൾ OI ആണ്. അപ്പൊ കോൾ OI ആണ് ഇവിടെ കൂടുതൽ. അപ്പം കോൾ OI ആണ് കൂടുതൽ, അതുകൊണ്ടാണ് നമുക്ക് ഒരു ലെസ് ദാൻ 1 എന്നുള്ള വാല്യൂ ഇവിടെ വന്നിരിക്കുന്നത്. ലെസ് ദാൻ 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബെയറിഷ് പ്രൈസ് ആയിട്ടാണ് മാർക്കറ്റ് ബെയറിഷ് പ്രൈസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം ഇതിൽ ഹയസ്റ്റ് കോൾ OI വന്നിരിക്കുന്നത് 25,600 1.65 CRന്റെ കോൾ റേറ്റിംഗ് വന്നിട്ടുണ്ട്. ഹയസ്റ്റ് പുട്ട് OI വന്നിരിക്കുന്നത് 25,400 അത് 78.22 ആണ്. കോൾ OI ചേഞ്ച് വന്നിരിക്കുന്നത് 25,500 പുട്ട് OI ചേഞ്ച് വന്നിരിക്കുന്നത് 25,500 അപ്പം ഇത്രയും ഡേറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ കോൾ OI വന്നിരിക്കുന്നത് 25,600 ആണ്. അപ്പൊ ഇത് നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ആണ്. അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് സോൺ ആണ് 25,400 എന്ന് പറയുന്നത്. അടുത്തൊരു സപ്പോർട്ട് സോൺ ആയിട്ട് നമുക്ക് കണക്കാക്കുന്നത് 25,400 പക്ഷെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ 25,500 കോൾ OI ചേഞ്ച് 25,500 സ്ട്രൈക്കില് 59.77 ലാക്കിന്റെ ഒരു റൈറ്റിംഗ് നടന്നിട്ടുണ്ട്. അതായത് 25,600 ഒരു റെസിസ്റ്റൻസ് സോൺ ആണ്. അതിന് തൊട്ട് താഴെ 25,500 അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ബിൽഡ് ആവുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ 25,500 ഒരു റെസിസ്റ്റൻസ് ബിൽഡ് ആവുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടൊരു റെസിസ്റ്റൻസ് ഇവിടെ ബിൽഡ് ആവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സെയിം സ്ട്രൈക്കില്
പുട്ട് ഒ എ ആണെങ്കിൽ -45.3 ലാഖിന്റെ ഒരു അൺവൈൻഡിങ്ങും നടന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു നല്ല ഒരു സപ്പോർട്ട് എന്നുള്ളത് അവിടെ വീക്ക് ആവുകയാണ്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എന്നുള്ളത് ഒരു സ്ട്രോങ് ആവുകയാണ്. അപ്പം ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് 25,500 ബിൽഡ് ആയിക്കൊണ്ടിരിക്കുന്ന സെയിം ടൈമിൽ ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ പുട്ട് ഒ എ ചേഞ്ച് അവിടെ നടക്കുന്നുണ്ട്. അപ്പം സപ്പോർട്ട് അവിടെ വീക്ക് ആവുന്നുണ്ട്, റെസിസ്റ്റൻസ് അവിടെ സ്ട്രോങ് ആവുന്നുണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,500 ആണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 25,600ലും ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ പുട്ട് ഒ എ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,400ലാണ്. അപ്പൊ ഇത് ഞാൻ ഒരു ചാർട്ടിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നിഫ്റ്റിയാണ് നമ്മൾ നോക്കുന്നത്. നിഫ്റ്റിന്റെ 50 മിനിറ്റ്സ് ക്യാൻഡിൽ എടുക്കുകയാണെങ്കിൽ അപ്പൊ ആ ചാർട്ടിൽ നമുക്ക് മനസ്സിലാവും 25,600ലാണ് ഫസ്റ്റത്തെ ഒരു റെസിസ്റ്റൻസ് സോൺ ഉള്ളത്. ഓക്കെ, 25,600ൽ നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ഉണ്ട്. ഓക്കെ, 25,600ൽ നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ഉണ്ട്. ഇനി അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 25,400ലാണ്. അപ്പം 25,400ൽ നല്ലൊരു സപ്പോർട്ട് സോൺ ഉണ്ട്. അപ്പൊ 25,400 ഈ ഒരു റേഞ്ചിൽ നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞു നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസിന് താഴെയായിട്ട് നമുക്കൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് സോൺ ബിൽഡ് ആവുന്നുണ്ട്. അതാണ് 25,500. അപ്പൊ 25,500ൽ ഒരു ഇമ്മീഡിയറ്റ് ഒരു റെസിസ്റ്റൻസ് സോൺ ബിൽഡ് ആവുന്നുണ്ട്. അപ്പം ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസിന് തൊട്ട് മുകളിലായിട്ട് ഒരു ഇമ്മീഡിയറ്റ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പം നാളെ നമുക്ക് ഇത് രണ്ടും ഒരു റെസിസ്റ്റൻസ് സോൺ ആണ്, ഇതാണ് ഒരു നല്ലൊരു സപ്പോർട്ടായിട്ട് ഉള്ളത്. അപ്പം ഈ ഇപ്പം നാളെ മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെ പോവുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിന്റെ ഒരു മൊമെന്റം ഷിഫ്റ്റ് ആവുന്നു എന്നുള്ളതാണ്. അതല്ല ഇതിന് മുകളിലാണെങ്കിൽ, ഈ ഒരു 25,500ന് മുകളിലാണെങ്കിൽ അതൊരു 25,600 വരെ പോകാം. അതല്ല 25,600ന് മുകളിൽ കിട്ടുകയാണെങ്കിൽ നല്ല ഒരു അപ്പ് മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് ഒരു റേഞ്ച് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. അപ്പൊ 25,500 എന്നുള്ള ഇവിടുത്തെ ഒരു സപ്പോർട്ട് വീക്ക് ആയിട്ടുണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് സോൺ ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇത്രയും ഡേറ്റയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് ഇവിടെ നല്ലൊരു സപ്പോർട്ട് സോൺ ആയിട്ടുണ്ട്. 25,400ൽ നല്ല സപ്പോർട്ട് ഉണ്ട്, 25,500ലും 25,600ലും ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,500 ആണ്. അത് കഴിഞ്ഞാൽ 25,600 ഉണ്ട്. അപ്പം നല്ലൊരു ബെയറിഷ് മൂവ് കിട്ടണമെങ്കിൽ ഈ 25,400 താഴെയും, നല്ലൊരു ബുള്ളിഷ് മൂവ് കിട്ടണമെങ്കിൽ ഈ 25,600 മുകളിലും നല്ലൊരു മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനിയിപ്പം ബാങ്ക് നിഫ്റ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഡേ ക്യാൻഡിൽ ഞാൻ പറഞ്ഞു അത് ഇപ്പം 50 മിനിറ്റ്സ് എടുക്കുക. അതോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിന്റെ കുറച്ച് ഡേറ്റ നമുക്ക് സെൻസിബിളിന് എടുക്കണം. ഇപ്പം ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ ക്ലോസിംഗ് പ്രൈസ്, PCR, മാക്സ് പേ, ഈ 3 ഡേറ്റ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് 56,000ലാണ്. അതുപോലെ തന്നെ പിന്നെ കോൾ OA ആണെങ്കിൽ പിന്നെ കൂടുതൽ വന്നിരിക്കുന്നത് 58,000ലാണ്. പക്ഷെ ഞാൻ ഇത് രണ്ടും ഒരു 1000 പോയിന്റ്സിന്റെ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ, കാരണം ആ ഒരു ഇൻട്രാഡേ ചെയ്യുന്ന ഒരാൾക്ക് അതുകൊണ്ട് ഉപകാരപ്പെടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ 57,000ന്റെ എടുത്തിരിക്കുന്നത്. 57,000ന്റെ കോൾ OAയും പുട്ട് OAയും ആണ് എടുത്തിരിക്കുന്നത്. പുട്ട് OA വന്നിരിക്കുന്നത് 12.04ഉം കോൾ OA വന്നിരിക്കുന്നത് 9.19ഉം ആണ്. അപ്പം ഈ ഡേറ്റ ഞാൻ ഇവിടെ എക്സലിൽ എടുത്തിട്ടുണ്ട്. ഹയസ്റ്റ് കോൾ OAയും ഹയസ്റ്റ് പുട്ട് OAയും. ഇനി ഹയസ്റ്റ് OA ചേഞ്ച് നോക്കാം നമുക്ക്. OA ചേഞ്ച് വന്നിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ OA ചേഞ്ച് വന്നിരിക്കുന്നത് 57,500ലാണ്. പുട്ട് OA ചേഞ്ച് വന്നിരിക്കുന്നതും 57,500ലാണ്. അപ്പം ആ ഡേറ്റയും കൂടി ഞാനിവിടെ എക്സലിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. കോൾ OA ചേഞ്ച് വന്നിരിക്കുന്നത് 57,500 ആണ്. പുട്ട് OA ചേഞ്ച് വന്നിരിക്കുന്നത് 57,500 ആണ്. ഇതില് ക്ലോസിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 59.45 ആണ്. ഇവിടെ PCR എടുത്ത് നോക്കുകയാണെങ്കിൽ 0.96. അപ്പം PCRന്റെ വാല്യൂ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ന്യൂട്രൽ ടു സ്ലൈറ്റ്ലി ബുള്ളിഷ് മൊമെന്റമാണ് ഇപ്പോഴും ബാങ്ക് നിഫ്റ്റിന്റെ കേസിൽ. പക്ഷേ നിഫ്റ്റിന്റെ കേസിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ബെയറിഷ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
അപ്പോൾ ഇവിടെ ഹയസ്റ്റ് കോൾ OI വന്നിരിക്കുന്നത് 57,000-ലാണ്, ഹയസ്റ്റ് പുട്ട് OI വന്നിരിക്കുന്നത് 57,000-ലാണ്. ഇപ്പം OI ചേഞ്ച് നോക്കുകയാണെങ്കിൽ കോൾ OI ചേഞ്ച് വന്നിരിക്കുന്നത് 57,500-ലാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 57,500-ല് ഒരു പ്രൈമറി ഒരു റെസിസ്റ്റൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു 57,500-ല് ഒരു പുതിയൊരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് ബിൽഡ് ആവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് സോൺ എന്നുള്ളത് സ്ട്രോങ് ആവുകയും അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ കൂടുതലായിട്ട് പുട്ട് OI ചേഞ്ച് വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ -1.33 ലാഖിന്റെ ഒരു അൺവൈൻഡിങ് നടക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടത്തെ ഒരു സപ്പോർട്ട് വീക്ക് ആവുക എന്നുള്ളതാണ്. അപ്പം സപ്പോർട്ട് വീക്ക് ആവുന്നതോടൊപ്പം തന്നെ റെസിസ്റ്റൻസ് സ്ട്രോങ് ആവുന്നുണ്ട്. അപ്പം നമുക്ക് ഇപ്പൊ വരയ്ക്കുകയാണെങ്കിൽ നല്ലൊരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 57,000-ആണ്. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സോൺ ആയിട്ട് വരുന്നത് 57,500-ആണ്. ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് വരുന്നത് ഇപ്പൊ ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് വർക്ക് ചെയ്യുന്നത് 57,000-നെയാണ്. ഇപ്പൊ ഇത് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ 57 ആണ് 57-ഉം 57,500. നമ്മുടെ ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് വരുന്നത് 57,500-ആണ്. ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് വരുന്നത് 57,000-ആണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് വരുന്നത് 57,500-ആണ്. ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് വരുന്നത് 57,000-ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ഡ്രോപ്പ് ഈ ഒരു 57-ൽ താഴെ ഒരു 57,000-ൽ താഴേക്ക് പോവുകയാണെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്യേണ്ടി വരും. അതല്ല ഒരു നല്ലൊരു ബെയറിഷ് മൂവ് കിട്ടണമെങ്കിൽ ഈ 57-ന് മുകളിലേക്ക് 57,500-ന് മുകളിലേക്ക് പോയാൽ ഒരു 58 വരെയൊക്കെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവും ഇനി 58-ലാണ് പിന്നെ അടുത്തൊരു റെസിസ്റ്റൻസ് സോൺ വരുന്നത്. അപ്പം 57,500 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് സോൺ വരുന്നത് 58-ലാണ്. അപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സപ്പോർട്ടായിട്ട് 57,000 തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 57-ൽ താഴെ പോവുകയാണെങ്കിൽ നമുക്കൊരു സെല്ലിംഗ് പ്രഷർ ഇവിടെ ഫേസ് ചെയ്യേണ്ടി വരും. അതല്ല മാർക്കറ്റ് ഇപ്പം മുകളിലേക്ക് പോയി ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ കട്ട് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് ഇതായിട്ട് നമുക്ക് കണക്കാക്കാം. ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്കിത് ഒരു ബുള്ളിഷ് എഡ്ജ് തന്നെയാണ്, പക്ഷെ ഒരു മൊമെന്റം ഒന്ന് സ്ലോ ആവുന്നുണ്ട്. അപ്പം ഇതാണ് ഒരു ബാങ്ക് നിഫ്റ്റിന്റെ ഒരു ഓവറോൾ അനാലിസിസ്. ഓക്കെ, താങ്ക് യു.